അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ ഒരു പള്ളി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പോക്കാണ് കേട്ടോ. പക്ഷേ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേനും അത് ക്ലോസ് ചെയ്യുമെന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. പുള്ളി നമുക്ക് വേണ്ടി ഇവിടെ പാട്ടൊക്കെ പാടാനുണ്ട്. Long ago, he was big and strong, and his eyes were flaming gold. People looked at him with terror and fear, but to us Gojix, he was such a love. The Bible like a free. Turn right toward Dayanand Bandodkar Marg, then turn left onto Dayanand Bandodkar Marg. അഡിദാസിന്റെ കമ്പനി വീട് പോലെ Turn left onto Dayanand Bandodkar Marg. ഏതൊക്കെ ഒരു ബോട്ടിംഗ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയേക്കാണ്. എന്താവും അറിയില്ല, പോയി നോക്കട്ടെ. ഇവിടെയാണ് ആണോ ഒരു ഡോൾഫിൻ പോയിട്ട് ഒരു മത്തിയെ കണ്ടാ ഭാഗ്യം. അടിപൊളിയാട്ടോ. വെയില് തണലത്തൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല സുഖമാണ്. പക്ഷേ വാട്ടക്കാഴ്ച. ഇവിടെ ഒരു ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഒരുത്തൻ ആ വഴിക്ക് പോയി ജിൻസൻ രണ്ടെണ്ണം ദേതണ്ടോ അവിടെ ഒരു മാലയൊക്കെ മേടിച്ച് അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ. ഞാനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കാഴ്ചകളും കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു. ചിഞ്ചത് അവിടെ നിന്ന് പുതിയ മാലയൊക്കെ മേടിച്ചിട്ടുണ്ട്. മാല ബ്രേസ്ലെറ്റ് അതിടാനുള്ള പരിപാടിയാണ്. അതുണ്ടോ ഇതിൻ്റെ പുതിയ മാല കണ്ടോ. ഇവിടെ ഇപ്പുറത്ത് ബ്രേസ്ലെറ്റ് ഉണ്ട്. അടുത്ത കമ്മലിടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ചിഞ്ചു അവിടെ. അബിയ അത് അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. അബിയ നമ്മളതാ ബോട്ടിങ്ങിനായിട്ട് അതവിടെ ബോട്ട് അവിടെ നിൽക്കുന്നു. ഈ കാണുന്നവരെല്ലാം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ നമ്മുടെ ബോട്ട് ബ്ലാക്ക് ആരോ. ഷൂ നനയാണ്ട ഒറ്റ ചാട്ടത്തിൽ ചാടിക്കയറണം. ഇവിടെ നിന്ന് അങ്ങോട്ട് കേരളം ഒരുത്തറത് നമ്മളവിടെ ഇരിക്കേണ്ട ബോട്ടിങ്ങിന് വെയിറ്റിംഗ്. ചിഞ്ചു ആൻഡ് അബിയ തീർന്നു. ആൾക്കാരൊക്കെ ഉണ്ട്, അതൊന്നും അറിയില്ല. ഡോൾഫിൻ ചാടി കളിച്ചു പോകുന്നു. എവിടെ? അതാ അതാ अगर आप लोग बियर पीते थे कम से कम 10 डॉल्फिन देखने को मिलता था. आप लोग बियर नहीं पीते तो 1 2 3 देखने को मिलता है. देखिए आगे पर देखो 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 ബോട്ടിങ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ സുഹൃത്തുക്കളെ. ഇവിടുത്തെ ബോട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അബിയും ചിഞ്ചും ആകെ ക്ഷീണിച്ചു, ടയേർഡാണ്. അടുത്ത ചുറ്റിനും കടകളൊക്കെ ഉണ്ട്. ഒരു മലയാളി റെസ്റ്റോറൻറ്റ് തേടിയുള്ള യാത്രയാണ്. മിക്കവാറും ഇവിടെ എവിടെയും കണ്ടോ. ഇവിടെ സൈഡിലൊക്കെ നല്ല അടിപൊളി അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനെ സെറ്റപ്പൊക്കെ ആയിട്ട്. പക്ഷേ സെറ്റാണ്. മദാമയും സാഹിബന്മാരൊക്കെ അടിച്ചിട്ടുണ്ടത്. ഇവിടെ ഇങ്ങനത്തെ കടകളൊക്കെയാണ്. ഞങ്ങളത് അവിടെ ബാക്കിൽ
കുറെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണ്. ഗ്യാപ്പിൽ കൂടെ ഉള്ള വഴിയാണ്. ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് ആരും പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. പക്ഷെ ഒരു അടിപൊളിയായിട്ട് ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്. കൊള്ളാം. പക്ഷെ തിരക്കേടില്ലാത്തൊരു സെറ്റപ്പാണ്. ഇതാണ് നമ്മൾ വന്ന മലയാളി റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം കൊള്ളാം. അകത്തോട്ട് കയറുന്നുണ്ടെങ്കിൽ നല്ലൊരു ആംബിയൻസ് ആണ്. എന്തുകൊണ്ടും മനോഹരം. ഫുഡ് കഴിക്കുന്ന വീഡിയോ നമ്മൾ എടുത്തില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ മറന്നുപോയി, അതാണ് കാര്യം. നമ്മൾ പിന്നെ ഇവിടേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണുകയാണ്. ഇത് നടത്തുന്ന പുള്ളിയുടെ വൈഫ് റഷ്യക്കാരിയാണ്. അപ്പം പുള്ളിക്കാരത്തി ക്ലയൻസുമായിട്ട് ഇങ്ങനെ ഡ്രോയിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സെറ്റപ്പ്, നല്ല അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻ്റാണ് ഗൈസ്. നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കയറണം. നല്ല അടിപൊളി ഫുഡുമാണ്. സത്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത്രയും ദിവസം ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുമായിരുന്നു. ഫോട്ടോയ്ക്ക് ഇവിടെ നിന്ന് ഞാനും അവിയും ഓരോ കഥകളൊക്കെ പറഞ്ഞ് ബീച്ചിൻ്റെ സൈഡിലെ വ്യൂവും കാഴ്ചകളും അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിയും ഞങ്ങളിത് കൂടി ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല. വെയിൽ കുറവാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എന്നാലും ഞങ്ങളിത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടക്കുകയാണ്. സൺസെറ്റാണ്. നല്ല അടിപൊളി, നല്ല ലൈറ്റുണ്ട്, നല്ല രസമുണ്ട്. അത്യാവശ്യം നല്ല ആളുകളുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മളുണ്ടെങ്കിൽ പറയും നല്ല മനോഹരമായ സൺസെറ്റ്. ഇനി കുറച്ച് നേരം സൺസെറ്റും കണ്ട് അവിടെ ഇരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. ക്യാമറ അവിടെ ഹോൾഡ് ചെയ്ത്. കണ്ടില്ലേ, ആളുകളും ജനക്കൂട്ടം, പട്ടികൾ എല്ലാം ഉണ്ട്. നല്ല തിരക്ക്. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവിടെ ഒന്നും കൂടെ അടിപൊളി ആംബിയൻസ് ആയിരിക്കും, മ്യൂസിക്കും. ബാഗാ ബീച്ചിലായിരുന്നു ഞങ്ങൾ. എല്ലാവരും ബിയർ അടിക്കുമ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്നു. അങ്ങനെ ബ്ലോഗർ അബിയ ഉണ്ടല്ലോ. ആക്ച്വലി ഇത് ബ്ലോഗ് തുടങ്ങിയതും വീഡിയോ തുടങ്ങിയതും യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങി ഇവളാണ്. എന്നിട്ട് ഈ സാധനം എൻ്റെ കയ്യിൽ ഞാനാണ് ഫുള്ള് ഇരുന്ന് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ വള പറഞ്ഞത്. നോക്കി എന്ത് മനോഹരമായ സൺസെറ്റ്. കുറച്ച് ഫോണിലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയിൽ കിട്ടുമായിരുന്നു. ബട്ട് ഇതായതുകൊണ്ട് സുഖമില്ല. എന്നാലും കുഴപ്പമില്ല കേട്ടോ. എമ്മാതിരി തിരക്കാന്നല്ല ഇവിടെ. അത്യാവശ്യം നല്ല കളക്ഷനുണ്ട്. Full of stars. ആയിരിക്കാം. എന്തോന്ന് ഇതാണോ സീസയുണ്ടോ ഇവിടെ? ഇവിടെ ഇങ്ങനെ ഇരുന്നോളെ വലിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കാം. അത്യാവശ്യം എല്ലാം ഉപ്പെടുക്കാം. പോയിട്ട് വരട്ടെ. വലിയ ക്ലിയർ ഒന്നുമില്ല. ടോർച്ചടിക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.